തജിക്കിസ്ഥാനിലെ സഞ്ചാരം തുടരുകയാണ്. ഐനി എന്ന പട്ടണം പിന്നിട്ട് വീണ്ടും ഒരു മലകയറ്റം തുടങ്ങിയിരിക്കുന്നു. മലകൾക്കിടയിലെ ഒരു താഴ്വാരത്താണ് ഐനി പട്ടണം. എങ്കിലും സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലാണത്. വളഞ്ഞു പുളഞ്ഞ മലമ്പാത. ഡ്രൈവർ ഇസ്ഫാൻ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നു. ഷഹബാസും അംബുരാജയും പിന്നിലെ സീറ്റിലുണ്ട്. തജിക്കിസ്ഥാനിലെ ഗിസാർ, പാമിർ മൗണ്ടൻ റേഞ്ചുകളുടെ പൊതു സ്വഭാവം ഇതാണ്. ഇന്ത്യയുടെ ലഡാക്ക് ഏരിയയുമായി ഈ പ്രദേശത്തിന് ഏറെ സാമ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മലകൾക്കിടയിലെ ചെറിയ ഇടുക്കിലൂടെയാണ് പാത നീണ്ടുകിടക്കുന്നത്. അതിന്റെ ഒരരികിലൂടെ നദി ഒഴുകുന്നു. ഗിസാർ പർവ്വതത്തിന്റെ പല ഭാഗത്തെയും പാത ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ കാണുന്ന വിധമൊന്നുമായിരിക്കില്ല മഞ്ഞുകാലത്ത് ഇവിടം. ഈ മലയിടുക്കുകളുടെ പല ഭാഗവും പൂർണ്ണമായി മഞ്ഞു മൂടിപ്പോകുന്നത് ശൈത്യനാളുകളിലെ പതിവ് സംഭവമാണ്. അത്തരം അവസരങ്ങളിൽ ആഴ്ചകളോളം ഈ റൂട്ടിൽ ഗതാഗതം മുടങ്ങിപ്പോകാറുമുണ്ട്. ഗിസാർ പർവ്വതനിരയും തുർക്കിസ്ഥാൻ പർവ്വതനിരയും ഒത്തുചേരുന്ന ഭാഗമാണിത്. മലയുടെ ഏതാണ്ട് മുകൾ ഭാഗത്തെത്തിയപ്പോൾ ഇസ്ഫാൻ വാഹനം ഒരിടത്തു നിർത്തി. കുറെ കച്ചവടക്കാർ നിരന്നിരിപ്പുണ്ടിവിടെ. മരത്തട്ടുകൾക്ക് മീതെ ബക്കറ്റിൽ ഫലങ്ങൾ നിരത്തിവെച്ചിരിക്കുകയാണവർ. ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിൽ തന്നെ ആപ്രിക്കോട്ടാണ് കൂടുതലും. ഗിസാർ പർവ്വതത്തിലെ ഗ്രാമങ്ങളിൽ വിളയുന്നതാണ് ഇതെല്ലാം. കുറെ കച്ചവടക്കാർ വിൽപ്പന വസ്തുക്കൾ ഒരുമിച്ചിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് തന്നെ ഒരു കാഴ്ചയാണ്. ഇതുവഴി കടന്നു പോകുന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ കച്ചവടക്കാരെ കാണുമ്പോൾ വാഹനം നിർത്തി ഒന്നിറങ്ങും. അംബുരാജയും ഷഹബാസും ഇസ്ഫാനും എന്തെല്ലാമോ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ചീസും തേനും ഗ്രാമീണ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ചില ഉൽപ്പന്നങ്ങളും വിൽപ്പന വസ്തുക്കളുടെ കൂട്ടത്തിലുണ്ട്. അവിടെ നിന്നും വീണ്ടും യാത്ര തുടരുകയാണ്. മലയുടെ മുകളിൽ വലിയൊരു ടണൽ മുഖത്തേക്കാണ് എത്തുന്നത്. ഷഹരിസ്റ്റൺ ടണൽ. ഗിസാർ പർവ്വതത്തിൽ ചൈന നിർമ്മിച്ച ടണലുകളിൽ മറ്റൊന്ന്. 5.25 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. $52 മില്യൺ ചെലവിൽ 6 വർഷം കൊണ്ട് ചൈന ബ്രിഡ്ജ് ആൻഡ് റോഡ് കോർപ്പറേഷനാണ് ഷഹരിസ്റ്റൺ ടണൽ നിർമ്മിച്ചത്. ഈ റൂട്ടിൽ നേരത്തെ ഞങ്ങൾ കടന്നുവന്ന അൻസോബ് ടണലിനേക്കാൾ മികച്ച രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. 2012 ഷഹരിസ്റ്റൺ ടണൽ നിർമ്മാണം പൂർത്തിയായത്. ടണൽ കടന്നിറങ്ങിയത് മറ്റൊരു പ്രകൃതിയിലേക്കാണ്. ഇതുവരെ കണ്ട വരണ്ടതും നരച്ചതുമായ പർവ്വതനിരയല്ല കാഴ്ചയിൽ. പച്ചപ്പുള്ള ഒരു പ്രദേശം, പുൽമേടുകൾ, മലകളിലേക്ക് പടർന്നു കയറിയ വൃക്ഷനിരകൾ. അക്കാണുന്നത് യാത്രികർക്കുള്ള റെസ്റ്റോറന്റുകളാണ്. ചെറിയ ഗ്രാമങ്ങൾ കണ്ടു തുടങ്ങുകയായി. മലനിരകളുടെ താഴ്വാരങ്ങൾ പുൽമേടുകളും മരങ്ങൾ വളരുന്ന പ്രദേശങ്ങളുമാണ്. അവിടെ ദാശികളും ഇടയന്മാരുടെ വീടുകളുമെല്ലാമുണ്ട്. പ്രകൃതിയുടെ ഭാവം തന്നെ ആകെ മാറിയിരിക്കുന്നു. മുൻപേ കണ്ടതരം പരുക്കൻ ഭാവമാർന്ന പർവ്വത പ്രദേശമല്ല. മലഞ്ചെരിവുകളിൽ പച്ചപ്പുൽത്തകടി. ഗ്രാമീണരുടെ കന്നുകാലികളുടെ മേച്ചിൽപ്പുറങ്ങളാണ് ഇതെല്ലാം. മലകളിൽ വളർന്നു നിൽക്കുന്ന ചെറുമരങ്ങളും ഒരു കാഴ്ച. ഇക്കാണുന്ന നീളൻ കെട്ടിടങ്ങൾ കന്നുകാലിക്കൂടുകളാണ്. ഇതാവട്ടെ റെസ്റ്റോറന്റുകളും. റഷ്യയിൽ നിന്നുള്ള ബൈക്കേഴ്സും യൂറോപ്യൻ സാഹസികരായ മലകയറ്റക്കാരുമെല്ലാം വരുന്ന പ്രദേശങ്ങളാണിത്. അവരെ ലക്ഷ്യമിട്ട് ചെറുവിശ്രമ കേന്ദ്രങ്ങളും ഭോജനശാലകളും മറ്റും ഇവിടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. സുർഹി എന്ന ഗ്രാമമാണിത്. സാമാന്യം വലിയൊരു ഗ്രാമമാണ് സുർഹി. ചെരിഞ്ഞ മേൽക്കൂരയുള്ള ഒറ്റനില വീടുകളുടെ ഗ്രാമം. എല്ലാം മൺകട്ട കൊണ്ട് പടുത്തവയാണ്. സുർഹി പിന്നിട്ടതോടെ ഇസ്തറാവ്ഷാൻ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് എത്തുകയായി. ഇതാണ് ഇവിടുത്തെ വീടുകളുടെ ഒരു പൊതു സ്വഭാവം. നീളൻ കെട്ടിടങ്ങൾ. ഇസ്തറാവ്ഷാൻ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ഒന്നിറങ്ങി കുറെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം യാത്ര തുടരാനാണ് എന്റെ തീരുമാനം. തലസ്ഥാനമായ ദുഷാൻബെ പിന്നിട്ട ശേഷം കാണുന്ന വലിയ പട്ടണമാണിത്. 60,000-ൽ അധികം ആളുകൾ വസിക്കുന്ന പട്ടണം. ഇവിടുത്തെ കാഴ്ചകളും തജിക് ജനതയുടെ സാധാരണ ജീവിതവും അടുത്ത് കാണുന്നതിനാണ് ഞാനിവിടെ ഇറങ്ങാൻ തീരുമാനിച്ചത്. തെരുവുകളിൽ നല്ല തിരക്കാണ്.
ഉന്തുവണ്ടികളുമായി പോകുന്നു ചിലർ. ധാരാളം കാറുകൾ. റംസാന്റെ തലേനാളാണിത്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ഷോപ്പിംഗിന്റെ തിരക്കിലാണെന്ന് തോന്നി. ഇസ്തറാവ്ഷാന്റെ പ്രാന്തഗ്രാമങ്ങളിലെല്ലാമുള്ള ആളുകൾ സാധനങ്ങൾ വാങ്ങാനെത്തുക ഈ പട്ടണത്തിലാണ്. തെരുവിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചില നീളൻ കെട്ടിടങ്ങളുണ്ട്. ഇതെല്ലാം കൊല്ലന്മാരുടെ ആലകളാണ്. ഓരോ വാതിലിനു മുന്നിൽ പണിയായുധങ്ങളും മറ്റും നിരത്തിവെച്ചിട്ടുണ്ട്. കൃഷിപ്പണിക്കുള്ള ഉപകരണങ്ങളാണ് കൂടുതലും. കത്തിയും നുകവും കുതിരലാടവുമെല്ലാമുണ്ട്. അകത്താവട്ടെ ഉപകരണങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. കൽക്കരി എരിയുന്ന ഉല, അതിൽ ഇരുമ്പ് പഴുത്തുകൊണ്ടിരിക്കുന്നു. കാർഷിക ഉപകരണങ്ങളുടെ റിപ്പയറിങ്ങും പുതിയവയുടെ നിർമ്മാണവുമെല്ലാം നടക്കുന്ന ആലകളാണിത്. കൊല്ലന്മാരുടെ ഒരു തെരുവ്. ബ്ലാക്ക് സ്മിത്ത് ബസാർ എന്നു തന്നെയാണ് ഇവിടം പൊതുവെ അറിയപ്പെടുന്നതും. നൂറ്റാണ്ടുകളായി ഇരുമ്പ് പണിക്ക് പ്രശസ്തമാണ് ഇസ്തറാവ്ഷാൻ. സോവിയറ്റ് നാളുകളിലും നിരവധി ഇരുമ്പ് പണിക്കാർ ഈ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ഈ ആലയുടെ ഉടമ. ഇന്നാട്ടുകാരിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത മധ്യവയസ്സു പിന്നിടുമ്പോഴേക്കും മിക്കവരുടെയും പല്ല് കൊഴിഞ്ഞു പോകുമെന്നതാണ്. പിന്നീട് സ്വർണം കെട്ടിയ കൃത്രിമ പല്ലാവും ഉണ്ടാവുക. മധ്യേഷ്യയിലെ മിക്ക നാടുകളിലും കാണാം ഇങ്ങനെ കൃത്രിമ പല്ലുവെച്ച് നടക്കുന്ന ആളുകളെ. ഒരു പ്രത്യേക കാർഷിക ഉപകരണമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഉരുളക്കിഴങ്ങ് വിളവെടുക്കാനുള്ള ആയുധമാണെന്ന് അവർ പറഞ്ഞു. ഒരു പ്രത്യേകതരം കലപ്പ. ഇതുകൊണ്ട് ഉരുളക്കിഴങ്ങ് പാടം ഉഴുമ്പോൾ കിഴങ്ങ് കേടുകൂടാതെ പുറത്തുവരും. തികച്ചും പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് നിർമ്മാണം. കൊല്ലപ്പണി ഇവരുടെ പാരമ്പര്യ തൊഴിലാണ്. തലമുറകളായി ഈ തൊഴിലിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇസ്തറാവ്ഷാനിലുണ്ട്. ഒരു പയ്യൻ ക്യാമറയ്ക്ക് മുഖം തരാതെ ഇരുന്ന് ഉലയുടെ ബെല്ലോസ് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. തജിക്കിസ്ഥാനേക്കാൾ ദരിദ്ര രാജ്യങ്ങളിൽ പോലും ചെറിയ മോട്ടോർ കൊണ്ട് പ്രവർത്തിക്കുന്ന ഉലകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉലയിൽ ഇരുമ്പ് പഴുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഉലയിലേക്ക് കാറ്റുവീശുന്ന തുകൽ സഞ്ചി. ഒരാളിരുന്ന് അതങ്ങനെ പ്രവർത്തിപ്പിക്കണം. ഒരു ഭാഗത്ത് കാളകൾക്കും കുതിരകൾക്കുമുള്ള ലാടങ്ങൾ നിർമ്മിച്ചു കൂട്ടിവെച്ചിരിക്കുന്നു. തൂമ്പയും മഴുവും പിക്കാക്സും ഒക്കെയുണ്ട് വിൽപ്പന വസ്തുക്കളിൽ. കൊല്ലപ്പണിക്കാരുടെ 15 ആലകളാണ് ഈ ബസാറിലുള്ളത്. മിക്കയിടത്തും പ്രധാനമായും നിർമ്മിക്കുന്നത് കാർഷിക ഉപകരണങ്ങൾ തന്നെ. അരിവാൾ, പലതരം കത്തികൾ, കലപ്പയുടെ നാവ്, ലാടങ്ങൾ, ഇങ്ങനെ നിരവധി ഉപകരണങ്ങൾ. ചില കടകളിൽ പലതരം കത്തികൾ മാത്രമാണ് വിൽപ്പന. മൃഗക്കൊമ്പുകൊണ്ടും മരം കൊണ്ടും പിടിയിട്ട തിളങ്ങുന്ന കത്തികൾ. കൗതുക രൂപമുള്ള കത്തികളുമുണ്ട്. പിടി മാത്രമല്ല, ഉറയും ആടിന്റെ കൊമ്പുകൊണ്ട് നിർമ്മിച്ച കത്തികൾ. അത്തരം കത്തികൾ വിൽക്കുന്ന ഒരു കടയിലേക്ക് കയറിച്ചെന്നു. കച്ചവടക്കാരൻ പയ്യൻ അതിൽ ചിലത് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ആട്ടിൻ കൊമ്പിന് വലിയ രൂപമാറ്റമൊന്നും വരുത്താതെ കത്തിപ്പിടിയും ഉറയുമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. നല്ലൊരു സുവനീറാണതെന്ന് എനിക്ക് തോന്നി. ഒരു ആടിന്റെ 2 കൊമ്പുകൾ. അതിലൊന്ന് കത്തിയുടെ പിടിയായും മറ്റൊന്ന് ഉറയായും മാറ്റിയിരിക്കുന്നു. പർവ്വതങ്ങളിലെ ഗ്രാമങ്ങളിൽ നിർമ്മിക്കുന്ന ഈ വസ്തുക്കൾക്ക് ടൂറിസം രംഗം സജീവമായതോടെ ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. സുവനീർ എന്ന നിലയിലാണ് ഇതിൻ്റെയൊക്കെ കച്ചവടം. ഒരു ഭാഗത്ത് ചിമ്മിനികൾ നിർമ്മിച്ച് വിൽക്കാൻ വച്ചിരിക്കുന്നു. നെരിപ്പോടിൽ നിന്നും വീടിന്റെ മേൽക്കൂരയിലൂടെ ഉയർന്നു നിൽക്കാനുള്ള ചിമ്മിനികൾ. 1 നൂറ്റാണ്ടായി ഈ ബ്ലാക്ക് സ്മിത്ത് ബസാർ ഇവിടെയുണ്ട്. ഇസ്തറാവ്ഷാന്റെ ചുറ്റുമുള്ള പർവ്വത ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ കാർഷിക ഉപകരണങ്ങളും ലാടങ്ങളും മറ്റും ഈ പണിശാലകളിൽ ഓർഡർ നൽകി നിർമ്മിച്ചുകൊണ്ടു പോവുകയാണ് പതിവ്. വലിയ തോതിലുള്ള കച്ചവടം ഇവിടെ നടക്കുന്നില്ല. നിർമ്മിച്ച ഉപകരണങ്ങൾ പാതയോരത്ത് നിരത്തിവെച്ച് പണിക്കാർ കാത്തിരിക്കുന്നു. പല ആലകളിലും ഉലയിൽ കനൽ വെളിച്ചമില്ല. ഗൈഡ് ഷഹബാസും അംബുരാജയും അവിടെ നിന്നും ഒരു കത്തി വാങ്ങിയിട്ടുണ്ട്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ.
സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വീണ്ടും തെരുവിന്റെ പ്രധാന ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ നീങ്ങി വരുന്ന ലാദാ കാറുകൾ കാണാം. പഴയ സോവിയറ്റ് നാടുകളിലുള്ള പതിവ് കാഴ്ച. തണ്ണിമത്തൻ വാങ്ങി വാഹനത്തിരക്കിലൂടെ നടക്കുന്നവർ. റംസാൻ മാസത്തിലാണ് തജിക്കിസ്ഥാനിൽ ഏറ്റവും അധികം തണ്ണിമത്തൻ വിറ്റഴിയുന്നത്. തെരുവിന്റെ ഒരു ഭാഗത്ത് തണ്ണിമത്തൻ കച്ചവടം തകൃതിയായി നടക്കുന്നു. വലിയ ട്രക്കുകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന തണ്ണിമത്തൻ, അത് ആളുകൾ വിലപേശി വാങ്ങുന്നു. തജിക് ഗ്രാമങ്ങളിൽ തണ്ണിമത്തൻ വിളയുന്ന സീസൺ കൂടിയാണിത്. എങ്കിലും റംസാൻ മാസത്തിൽ കിർഗിസ്ഥാനിൽ നിന്നും ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും വൻതോതിൽ തണ്ണിമത്തൻ തജിക് പട്ടണങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ചൈനയിൽ നിന്നും ഇപ്പോൾ തണ്ണിമത്തൻ തജിക്കിസ്ഥാനിലേക്ക് എത്തുന്നുണ്ടെന്നാണ് ഷഹബാസ് പറയുന്നത്. തണ്ണിമത്തൻ കച്ചവടക്കാർക്കരികിൽ നിന്നും ഞാൻ നടന്നെത്തിയത് ഇസ്തറാവ്ഷാൻ മാർക്കറ്റിലേക്കാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമെല്ലാം ഉണ്ട് മാർക്കറ്റിൽ. തിരക്കിട്ട കച്ചവടം. പലചരക്ക് കടകളുടെയും ഇറച്ചിക്കടകളുടെയും എല്ലാം മുന്നിൽ നല്ല ജനത്തിരക്ക്. മിക്കവരുടെയും കയ്യിൽ ഒരു തണ്ണിമത്തനുണ്ട്. നോമ്പുതുറ വേളയിൽ ഇവിടെ തണ്ണിമത്തനുള്ള പ്രാധാന്യം തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഞാൻ ചന്തയുടെ അകത്തേക്ക് കയറി ചെന്നു. ഇത്തരമൊരു ചന്തയാണ് ഒരു നാടിന്റെ ചമയങ്ങളില്ലാത്ത തനത് രൂപഭാവങ്ങൾ കാണിച്ചു തരിക. ഒരു ഭാഗത്ത് നാൻ വിൽക്കുന്ന കടകൾ. തജിക്കിസ്ഥാനിലെ ആളുകളുടെ ഒരു സാധാരണ ഭക്ഷണമാണ് ഇത്തരം നാൻ. എല്ലാവരും ഇത് വീടുകളിൽ ഉണ്ടാക്കില്ല. ഇത്തരം കടകളിൽ നിന്നും വാങ്ങിക്കൊണ്ടു പോവുകയാണ് ചെയ്യുക. ധാരാളം സ്ത്രീകളുണ്ട് മാർക്കറ്റിൽ. പെരുന്നാൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയവർ തന്നെ. 98% മുസ്ലിങ്ങളുള്ള രാജ്യമാണല്ലോ തജിക്കിസ്ഥാൻ. എങ്കിലും പർദ്ദയണിഞ്ഞു നടക്കുന്ന സ്ത്രീകളെ ഇവിടെ കാണില്ല. ചുരിദാർ പോലുള്ള നീളൻ കുപ്പായമിട്ട് തലയിലൊരു സ്കാർഫും അണിഞ്ഞ് അവരങ്ങനെ പോകുന്നു. മുസ്ലിം പാരമ്പര്യത്തിന്റെ പ്രതീകമായി ഈ സ്കാർഫിനെ കാണേണ്ടതില്ല. മധ്യേഷ്യയിലെ മിക്ക നാടുകളിലും സ്ത്രീകൾ ഒരു സ്കാർഫ് കൊണ്ട് തല മൂടിയാണ് നടക്കുക. അരിയും പരിപ്പും പയർവർഗ്ഗങ്ങളും മറ്റും വിൽക്കുന്ന ഒരു കട. നമ്മുടെ നാട്ടിലെ ഒരു പലചരക്ക് കട പോലെ തന്നെയുണ്ട്. ധാന്യങ്ങളും എണ്ണയും അച്ചാറും തുടങ്ങി പലവിധ വസ്തുക്കൾ. തജിക്കിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ തികച്ചും സാധാരണമായ ജീവിത കാഴ്ചകളാണിത്. മാർക്കറ്റിലൂടെ ഒന്ന് ചുറ്റി നടക്കുമ്പോൾ പലർക്കും എൻ്റെ ഇന്ത്യൻ രൂപവും ക്യാമറയുമെല്ലാം കൗതുകമാണ്. ടൂറിസ്റ്റുകൾ വരാത്ത അങ്ങാടികളാണല്ലോ ഇതെല്ലാം. അധികം ഇന്ത്യക്കാരെ ഇവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലാവുമ്പോൾ അമിതാഭ് ബച്ചൻ, ദിലീപ് കുമാർ തുടങ്ങിയ പേരുകൾ ആളുകൾ ഉറക്കെ പറയുന്നുണ്ട്. നമ്മുടെ പഴയകാല ഹിന്ദി സൂപ്പർ സ്റ്റാറുകളെല്ലാം ഇന്നാട്ടുകാർക്കും പരിചിതരാണ്. ഹിന്ദി സിനിമയാണ് ഇവിടെ ഏറ്റവും അധികം പ്രദർശിപ്പിക്കപ്പെടുന്നത്. ഹിന്ദി പാട്ടുകളും ഇവർക്കറിയാം. നടന്നെത്തിയത് ഒരു ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇസ്തറാവ്ഷാന്റെ സമീപത്തെ ഗ്രാമങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന മിനി ബസ്സുകൾ നിരന്നു കിടക്കുന്നു. നമ്മുടെ ലൈൻ ബസ്സുകൾ പോലുള്ള സംവിധാനം. നിയതമായ സമയക്രമമൊന്നുമില്ല. യാത്രക്കാർ വന്നു നിറഞ്ഞാൽ ബസ് പുറപ്പെടും. പല ഗ്രാമങ്ങളെ കണക്ട് ചെയ്താണ് ബസ് പോവുക. ഷോപ്പിങ്ങിന് ശേഷം സ്ത്രീകൾ ബസ്സിലേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. ബസ് സ്റ്റാൻഡിനടുത്തു നിന്നും വാഹനത്തിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു. ഇസ്തറാവ്ഷാന്റെ പട്ടണക്കാഴ്ചകൾ മുഴുവൻ കണ്ടു കഴിഞ്ഞതുകൊണ്ടല്ല, പട്ടണത്തിൽ തന്നെ പ്രാധാന്യമാർന്ന മറ്റു ചില കാഴ്ചകളുണ്ട്. അതുകൂടി ക്യാമറയിലാക്കണം. പട്ടണത്തിനകത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണിത്. ദരിദ്രമായ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നിലവാരം പോലും ഇല്ലാത്തതാണ് 70 വർഷം സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന തജിക്കിസ്ഥാനിലെ ഒരു പ്രധാന പട്ടണത്തിലെ ഈ കാഴ്ചകൾ. തജിക്കിസ്ഥാനിലെ പട്ടണങ്ങളിൽ പോലും സാധാരണ മനുഷ്യരുടെ ജീവിത നിലവാരം ഇത്രയൊക്കെയുള്ളൂ. ഇതിനപ്പുറമുള്ള ഒരു ആഡംബരവും ഈ രാജ്യത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ കാണുന്നില്ല. ഇത്തരം ഇടുങ്ങിയ തെരുവുകളും മണ്ണു തേച്ച കെട്ടിടങ്ങളുമാണ് പട്ടണങ്ങളുടെ പ്രധാന തെരുവ് വിട്ടാലുള്ള കാഴ്ച. തജിക്കിസ്ഥാന്റെ ഗ്രാമങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ പോകുമ്പോൾ ആ കാഴ്ചകൾ കൂടുതൽ വ്യക്തമാകും.
മിക്ക വീടുകളും കുഴമണ്ണ് മെഴുകിയതാണ്. പാതകളാകട്ടെ ടാർ ചെയ്തതല്ല. നീളൻ കെട്ടിടങ്ങൾ, അതൊന്നും ഭംഗിയോ ഉറപ്പോ ഉള്ളവയല്ല. പഴയ സോവിയറ്റ് അംഗരാജ്യങ്ങളിൽ ഇപ്പോഴും സാമ്പത്തിക നില മെച്ചപ്പെട്ടിട്ടില്ലാത്ത രാജ്യമാണ് തജിക്കിസ്ഥാൻ. കാർ വലിയൊരു കെട്ടിടത്തിന് മുന്നിലെത്തി. ചരിത്രപ്രസിദ്ധമായ അബ്ദുൽ ലത്തീഫ് സുൽത്താൻ മദ്രസയാണിത്. ഇത് കാണിച്ചു തരാനാണ് ഗൈഡ് ഷഹബാസ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. പുരാതനമായ മദ്രസ, അതിനോട് ചേർന്ന് ഒരു മോസ്കുമുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ മദ്രസയാണിത്. എന്നാൽ അതിനും 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ ഇവിടെ ഒരു മതപാഠശാല ഉണ്ടായിരുന്നെന്നാണ് ചരിത്രം. വലിയ ചുടുകട്ടകൾ അടുക്കി നിർമ്മിച്ച കെട്ടിടം. ഇസ്തിറാവ് ഷാന്റെ പരമ്പരാഗതമായ കെട്ടിട നിർമ്മാണ ശൈലിയാണിത്. ഗൈഡ് ഷഹബാസ് മദ്രസയുടെ വാതിൽ തുറന്നു തന്നു. അകത്ത് പ്രവേശിക്കാൻ ടിക്കറ്റൊന്നും എടുക്കേണ്ടതില്ല. വാതിൽ കടന്നെത്തുന്നത് നടുമുറ്റം പോലൊരു ഭാഗത്തേക്കാണ്. അതിൽ തടികൊണ്ട് തീർത്ത ഒരു മണ്ഡപം. ഇതാണ് മദ്രസയുടെ പ്രധാന കവാടം. ബൃഹത്തായ ഒരു കെട്ടിടം തന്നെയാണിത്. ചുമരിലെയും കമാനങ്ങളിലെയും ചിത്രപ്പണികളാണ് അബ്ദുൽ ലത്തീഫ് സുൽത്താൻ മദ്രസയുടെ ഏറ്റവും വലിയ ആകർഷണം. 16-ാം നൂറ്റാണ്ടിൽ ഈ മേഖലയിലെ ഏറ്റവും വലിയ മന്ദിരമായിരുന്നു ഈ മദ്രസ. സോവിയറ്റ് കാലത്ത് തീർത്തും അവഗണിക്കപ്പെട്ടു കിടന്നെങ്കിലും ഇപ്പോൾ ഒട്ടൊരു ശ്രദ്ധയോടെ പരിപാലിക്കുന്നുണ്ട് ഈ മന്ദിരം. മദ്രസയുടെ നിർമ്മാണത്തെക്കുറിച്ച് രസകരമായൊരു കഥയുണ്ട്. ഉലൂഗ് ബെക്ക് എന്ന തത്വചിന്തകനും ജ്യോതിശാസ്ത്രജ്ഞനുമായ പ്രമാണിയുടെ മകനായിരുന്നു അബ്ദുൽ ലത്തീഫ്. പിതാവിന്റെ ആഗ്രഹമനുസരിച്ചായിരുന്നില്ല യുവാവായ ലത്തീഫിന്റെ പ്രവർത്തനങ്ങൾ. കുപിതനായ ഉലൂഗ് ബെക്ക് മകനെ വീട്ടിൽ നിന്നും പുറത്താക്കി. തുടർന്ന് ഒരു ഗ്രാമത്തിലെത്തിയ ലത്തീഫ് സമ്പന്നനും വൃദ്ധനുമായ ഒരു കൃഷിക്കാരന്റെ കീഴിൽ കൂലിവേല ചെയ്തു. വൃദ്ധൻ ലത്തീഫിന് ധാരാളം പണം നൽകി. ഇതറിഞ്ഞ ഉലൂഗ് ബെക്ക് ആ പണം കൊണ്ട് ഒരു മതപാഠശാല നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. മദ്രസയൊന്ന് ചുറ്റി നടന്ന് കണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്കും ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് കുട്ടികളുടെ ഒരു സംഘം എത്തിക്കഴിഞ്ഞു. എന്റെ രൂപവും ക്യാമറയുമെല്ലാം കണ്ടിട്ട് അടുത്തുകൂടിയതാണ്. തനി തജിക് ബാലന്മാർ. ഇങ്ങനെ കാണുമ്പോൾ ഇവർക്കൊരു റഷ്യൻ ഛായയാണ് തോന്നുന്നത്. മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കും സോവിയറ്റ് കാലത്തെ രൂപമാണ്. അക്കാലത്ത് നിർമ്മിതമായ വാഹനങ്ങൾ തന്നെയാവാം. ഞാൻ ഗ്രാമത്തിലെ വീടുകളുടെ കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി നടന്നു. ഇസ്തിറാവ് ഷാന്റെ പ്രാന്തത്തിലെ ജനവാസ കേന്ദ്രങ്ങൾ. ഈ ചുമരുകൾ സിമന്റ് തേച്ചതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മണ്ണാണ്. പെൺകുട്ടികൾ തെരുവിലൂടെ കളിച്ചു നടക്കുന്നു. പെൺകുട്ടികൾ ഇവിടെ വളരെ സ്വതന്ത്രരാണ്. പഴയ സോവിയറ്റ് സ്വാധീനം അവർക്ക് നൽകിയ സ്വാതന്ത്ര്യമാണത്. ആൺകുട്ടികളും കളിച്ചു തിമിർക്കുന്നു. പെരുന്നാളിന്റെ ഒരുക്കത്തിലാണ് എല്ലാവരും. സോവിയറ്റ് നാളുകളിലേതിൽ നിന്നും വ്യത്യസ്തമായി തജിക്കിസ്ഥാന്റെ ഉൾനാടുകളിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലെ കുട്ടികളെല്ലാം സ്കൂളുകളിൽ പോകുന്നുമുണ്ട്. സോവിയറ്റ് കാലത്ത് തജിക് ഗ്രാമങ്ങളിൽ ഏകാധ്യാപക വിദ്യാലയങ്ങളാണ് കൂടുതലായും ഉണ്ടായിരുന്നത്. നിലവാരം കുറഞ്ഞ പാഠ്യരീതികളാണ് അവിടെ ഉണ്ടായിരുന്നതും. വീണ്ടും യാത്ര തുടരുകയാണ്. ജനം തിങ്ങിവസിക്കുന്ന പ്രദേശമാണെങ്കിലും വഴികളിലൊന്നും അധികം ആളുകളെ കാണുന്നില്ല. ഉസ്ബെക്കിസ്ഥാന്റെയും കിർഗിസ്ഥാന്റെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഇസ്തിറാവ് ഷാൻ. ഭരണപരമായി ഇസ്തിറാവ് ഷാൻ വലിയൊരു പ്രദേശമാണ്. 1830 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. 2 ലക്ഷം ആളുകളും ആ പ്രദേശത്ത് വസിക്കുന്നു. 2500 വർഷം മുൻപ് തന്നെ ജനവാസമുണ്ടായിരുന്ന പ്രദേശമാണ് ഇന്നത്തെ ഇസ്തിറാവ് ഷാൻ എന്നാണ് പഠനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. പുരാതനകാല പേർഷ്യയിലെ ചക്രവർത്തിയായിരുന്ന സൈറസ് ദ ഗ്രേറ്റ് സ്ഥാപിച്ച സൈറോപോളിസ് എന്ന പട്ടണം ഇന്നത്തെ ഇസ്തിറാവ് ഷാന്റെ സമീപമായിരുന്നു. പഴയകാലത്ത് ഈ പട്ടണം യൂറോട്ടപ്പ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. യാത്ര തുടരുമ്പോൾ ഇസ്തിറാവ് ഷാൻ നഗരത്തിന് നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മല കാണാം. മുഖ്ടപ്പെ ഹിൽ എന്ന് അതറിയപ്പെടുന്നു. പുരാതന കാലത്ത് ആ മലയിൽ ഒരു കോട്ടയുണ്ടായിരുന്നു. 8-ാം നൂറ്റാണ്ടിൽ അറബികളുടെ ആക്രമണത്തിൽ അത് തകരുകയാണുണ്ടായത്. കോട്ടയുടെ പുനർനിർമ്മാണം നടക്കുകയാണിപ്പോൾ.
അതിന്റെ പ്രധാന കവാടമാണ് അക്കാണുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇപ്പോൾ സന്ദർശകരെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അതിനാൽ ഞങ്ങൾ യാത്ര തുടർന്നു. നഗരത്തിന്റെ പ്രാന്തഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. നിരന്ന കൃഷിയിടങ്ങളാണ് കാഴ്ചയിൽ. ഇനി ഖുജന്ത് എത്തും വരെ കൃഷിയിടങ്ങളാവും കാഴ്ച.